ലെജൻസ്. നമുക്ക് ഇന്നിപ്പം റണ്ണിങ് ഫാബ്രിക്കിന്റെ ഒരു വീഡിയോ ആട്ടോ. റണ്ണിങ് ഫാബ്രിക്കിന്റെ നമുക്ക് അങ്ങനെയായിട്ട് മുറിച്ചല്ല തരുന്നത്. 2.5 മീറ്ററിന്റെ ഒരു പീസായിട്ട് അങ്ങനെയാണ് നമ്മൾ ഫാബ്രിക് നോർമലി ചെയ്യാറ്. അപ്പൊ ഇതൊരു ബ്രിക്ക് ഷെയ്ഡ് ആട്ടോ. നമുക്ക് അജ്രക്കിലൊക്കെ എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ബ്രിക്ക് ഷെയ്ഡ് ഇല്ലേ, ആ ഒരു കളറാണ്. കുറച്ച് ഡാർക്കർ ആയിട്ട് അതിൻ്റെ അകത്ത് കാണിക്കുന്ന വലിയ വേരിയേഷൻ ഇല്ല. ഇച്ചിരി കൂടെ നല്ല ആട്ടോ, നേരിട്ട് കുറച്ചുകൂടെ നല്ല കളറാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പ്രിന്റ് ആണ് മെയിൻ അതിന്റെ അട്രാക്ഷൻ. ഇതിലെ ഒരു ലൈൻ വരുന്ന പോലത്തെ ഡിസൈൻ ആണോ ഇത്. കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ തയ്ച്ചിന് ഭയങ്കര അടിപൊളി ഒരു ഐറ്റമാണ്. നമുക്ക് അൻപരിയൊക്കെ തയ്ച്ചെടുക്കുന്ന പോലെ കുർത്ത പാറ്റേണിലൊക്കെ തയ്ച്ചെടുത്താൽ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് ഒരു നോർമൽ റൗണ്ട് നെക്കോ അല്ലെങ്കിൽ ഒരു ഹൈ നെക്കോ ഒക്കെ വെച്ച് തയ്ക്കാൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണിത്. മെറ്റീരിയൽ കോട്ടൺ ഫാബ്രിക് ആട്ടോ. ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഇത് ലൈനിങ് ഇട്ട് ചെയ്യുന്ന നല്ലത്. ലൈനിങ് ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ ലൈനിങ് ഇട്ട് ചെയ്താൽ കുറച്ചുകൂടെ മെറ്റീരിയൽ കുറച്ചുകൂടെ ആ ഒരു ലാസ്റ്റിംഗ് ഒക്കെ കിട്ടാൻ കുറച്ചുകൂടെ നല്ലത് ലൈനിങ് ഇട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഇത് കോട്ടൺ പോലെ തന്നെ ലൈനിങ് കൊടുത്താൽ മതി. നല്ല ഫാബ്രിക് ആണ്. 2.5 മീറ്ററിനാണ് നമ്മൾ റേറ്റ് പറയുന്നത്. 450 ആണ് 2.5 മീറ്ററിന് വരുന്നത് കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് അടുത്ത് വരുന്നത് ഇത് ഒരു പ്രിന്റഡ് ടൈപ്പ് ഐറ്റം തന്നെയാണ്. ഇതും കോട്ടൺ തന്നെ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ. ഇപ്പൊ കാണിച്ച പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതിന് കളറ് നേരിട്ട് കാണാൻ തന്നെ കുറച്ചുകൂടെ നല്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് ലൈറ്റ് ആയിട്ട് കാണിക്കുന്ന പോലെ ഒരു ഫീല്. ഈ ഗ്രീൻ ഒക്കെ കാണാൻ നേരിട്ട് ഭയങ്കര രസമാണ്. നേരിട്ട് ഈ ഒരു റെഡും ഗ്രീനോടെ കോമ്പിനേഷൻ വരുന്നതിന് നല്ലതാണ്. ഒരു കലങ്കാരി പാറ്റേണുള്ള പ്രിന്റിംഗ് ആണ് പോയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് എനിക്ക് തോന്നുന്നു എന്റെ ഹൈറ്റ് ഒക്കെ ഉള്ളവർക്കും ഇപ്പൊ നോർമലി തയ്ക്കുന്നവർക്ക് ചിലപ്പോൾ 2.5 കുറച്ച് കൂടുതലായിട്ട് മെറ്റീരിയൽ വരും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ആർക്കെങ്കിലും യോക്ക് ആക്കിയൊക്കെ തയ്ച്ചെടുക്കാൻ നല്ല. കാരണം ഇങ്ങനത്തെ മെറ്റീരിയൽ വെച്ചിട്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് എടുത്തിട്ടായാലും നിങ്ങൾക്കൊരു ടോപ്പ് സെപ്പറേറ്റ് വേണേൽ തയ്ച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പാനൽ പോലെ സെന്ററിലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനത്തെ മോഡൽ നല്ല രസമുള്ള പ്രിന്റ് ആയത്. കളർ കോമ്പിനേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ഷെയ്ഡ് വരുന്നത് ഒരു റെഡ് പോലത്തെ ഷെയ്ഡും ബാക്കിയുള്ളത് വരുന്നത് ഗ്രീനും ബ്ലൂവും കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കളേഴ്സിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്ത് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഏതെങ്കിലും ഒരു ഷോളൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെ പ്ലെയിൻ ടോപ്പ് ആക്കി തയ്ച്ച് കഴിഞ്ഞാൽ ഷോളും ബോട്ടും അങ്ങനെ ഒരു സെറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇടാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്കൊരു കുറച്ച് ഐഡിയപരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല 2.5 ഞാൻ പറയാൻ കാര്യം വെച്ച് നോക്കുമ്പോൾ 2.5 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടും. അപ്പോൾ അത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നിക്കുന്നവർക്ക് അത് തന്നെ എടുത്തിട്ട് പിള്ളേർക്കാണേലും യോക്കാക്കിയൊക്കെ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും 2.5 മീറ്ററിന് നമുക്ക് റേറ്റ് വരുന്നത്. വേറെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഇൻക്ലൂഡിങ് എല്ലാം സത്യത്തിൽ ഷിപ്പിംഗ് ചാർജ് ഇല്ല. നമ്മൾ ഒരു പ്രൊഡക്റ്റിന് നമുക്കങ്ങനെ ഷിപ്പിംഗ് ചാർജ് മേടിക്കാറില്ല. എന്തെങ്കിലും അങ്ങനെ അത്യാവശ്യം വന്നാൽ ഞാൻ പറയാം കേട്ടോ. ഇതിനൊന്നും അങ്ങനെ നമ്മൾ മേടിക്കുന്നില്ല. അപ്പം ഇത് നമുക്ക് റേറ്റ് 2.5ന് വരുന്നത് 450 ആണ് 450. നമുക്ക് അടുത്ത ഐറ്റം വരുന്നത് ഇത് റയോൺ ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. സത്യത്തിൽ ഇതിന്റെ ഒരു കളർ കോമ്പിനേഷനും ഈ പ്രിന്റൂടെ കണ്ടിട്ട് എനിക്ക് ഞങ്ങൾ വിട്ട് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഈ കളർ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇത് കളർ സത്യത്തിൽ നേരിട്ട് കുറച്ച് ഡാർക്കായിട്ട് ഭയങ്കര രസമായിട്ടോ കാണാൻ. ഇത് കുറച്ച് എന്താ പറയുക പിങ്ക് ഒക്കെ പോലെ തോന്നിക്കുന്നുണ്ടോ? അടുപ്പിച്ചൊന്ന് കാണിച്ചു എനിക്ക്. അടുക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ നമുക്ക് ആ പ്രിന്റ് ഭയങ്കര തെളിഞ്ഞ് കാണിക്കുന്നത് തോന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഈ പ്രിന്റ് അത്രയും തെളിഞ്ഞൊന്നും കാണത്തില്ല. പക്ഷെ ഒരു ഡാർക്കർ ടോണിലുള്ള ഒരു മെറൂൺ ഷെയ്ഡ്, മെറൂണിലാണ് ഈ ഒരു പ്രിന്റ് വരുന്നത്. സത്യത്തിൽ ഇത് നേരിട്ട് കാണണം കേട്ടോ. നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് നിങ്ങൾക്ക് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ കുർത്തയായിട്ടൊക്കെ തയ്ച്ചെടുക്കാൻ ഭയങ്കര രസമായിരിക്കും. റയോൺ ആണ്. പിന്നെ ലൈനിങ് ഇട്ടില്ലേലും നല്ല കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്, അത്രയും കട്ടിയുള്ള സൈസ്. നമ്മുടെ റയോൺ തന്നെ നല്ല ഹൈ ക്വാളിറ്റി നല്ല ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിന് ശകലം കൂടെ റേറ്റ് കുറവാണ്. കമ്പാരിറ്റീവ് നമുക്ക് കോട്ടണേക്കാളും കുറച്ച് റേറ്റ് കുറവ് നമുക്ക് റയോണിന് കിട്ടും. ബാക്ക് സൈഡിൽ പ്രിന്റ് ഇല്ല കേട്ടോ. ഈ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ പ്രിന്റ് വരുന്നുള്ളൂ. അതങ്ങനെ തന്നെ മെഷീൻ പ്രിന്റിൽ വരുന്നതുകൊണ്ടാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് 2.5ന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 399 രൂപ മാത്രമേ ഉള്ളൂ. 399.